ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി മാർച്ച് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ മാച്ച് ആവില്ല നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷന്. അതല്ല വെച്ചാൽ റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. മേ ബി അത് വേറെ ഏതോ ക്യാൻസറിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, വീഡിയോസിനെ പ്ലീസ് കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ എനർജി ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾക്കൊരു ഇമോജി ഇടാം. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വെച്ചാൽ ഒരു ഇമോജി ഇട്ടാൽ മതി, അതും മതി. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ സ്ക്രീനിലുണ്ട്, അതല്ലച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് അവിടെ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി മാർച്ചിന് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 10 ഓഫ് സോഡ്സ്. നിങ്ങളുടെ കറണ്ട് മാർച്ച് എനർജി 4 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 4 ഓഫ് സോഡ്സ്. നിങ്ങളുടെ അഡ്വൈസ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ് ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 9 ഓഫ് കപ്സ് ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. ഇതൊരു നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവുന്ന എനർജിയാണ് 9 ഓഫ് കപ്സ്. എന്തോ ഒരു നല്ല ഹാപ്പി എനർജിയാണ് 9 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ എന്തോ പ്രാർത്ഥിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ആൻഡ് 10 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡൻ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇതിൻ്റെ മുമ്പേ പാസ്റ്റിൽ എസ്പെഷ്യലി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ബേർഡൻസ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ശരിയായിരുന്നില്ല. അപ്പോൾ ഇതെന്താ ബേർഡൻ വെച്ചാൽ അത് ഇപ്പോൾ ഫൈനലി ആ ഡിഫിക്കൾട്ട് സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകുന്നത്. 2 ഓഫ് സോഡ്സ് ഒരു ഡിസിഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ എനർജി റിലീസ് ആവുന്നത്, ഈ പുതിയ ബിഗിനിങ് വരണത് നിങ്ങളുടെ ഈ ഡിസിഷൻ്റെ മുകളിലാണ്. അത് ഡിപ്പെൻഡൻ്റ് അതിൻ്റെ മുകളിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഡിസിഷൻ എടുക്കണം വെച്ചാൽ അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ തീരാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരണം. ആൻഡ് ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ 10 ഓഫ് സോഡ്സ് ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ മുമ്പേ ചില മാസങ്ങൾ, ചില ദിവസങ്ങളുടെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു ബിട്രിയൽ മാതിരി ഒരു ഫീലിംഗ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ഇത്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല, ആരോ നിങ്ങളെ ബിട്രേ ചെയ്തു, ചതിച്ചു, അങ്ങനത്തെ ഒരു എനർജി. അതല്ലച്ചാൽ മേ ബി നിങ്ങളുടെ കരിയറിൽ എന്തോ വർക്കൗട്ട് ചെയ്തില്ല, ഇല്ലച്ചാൽ ഫാമിലിയിൽ കുറേ വർക്കുണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ ഞാൻ കാണുന്നത് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അതിൻ്റെ കാരണം നിങ്ങളുടെ ലൈഫിൽ കുറേ ഇംബാലൻസസ് ഉണ്ടായി. ആൻഡ് ഫൈനലി ഒരു സിറ്റുവേഷൻ എൻഡായി, ഒരു റിലേഷൻഷിപ്പ് എൻഡായി.
ഇപ്പൊ കറണ്ട് എനർജിയിലും ഞാൻ 4 of Wands ആണ് കാണുന്നത്. ഇത് നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കാനുള്ള പ്ലാൻ ആയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങിക്കണോ, അതല്ല വെച്ചാൽ ഇതൊരു റീകൺസിലിയേഷൻ ആവാം, ഇല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ എന്താണ് ഇതെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 4 of Wands ഒരു സെലിബ്രേഷന്റെ എനർജിയാണ്. Ace of Wands, അപ്പോൾ ഇത് എന്തോ ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് ഈ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ, നിങ്ങളെ ഓൺലൈൻ ആണ് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്ത്, ഓൺലൈൻ ആണ് ആദ്യം കോണ്ടാക്ട് ചെയ്ത്, ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണു. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, സ്ട്രോങ് കണക്ഷൻ ആണ്. ആൻഡ് ഞാനിവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ വീടായിരിക്കാം. നിങ്ങൾ ഫൈനലി ആക്ഷൻ എടുക്കണു, ഒരു പുതിയ വീട്ടിലേക്ക് പോകണു, ഒരു പുതിയ വീട് വാങ്ങിക്കണു, അങ്ങനെയും ആവാം. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ടോറസ് എനർജി. നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പുതിയ പേഴ്സൺ ആയിരിക്കും ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് ആയിട്ട് ഇവിടെ കാണുന്നത്. കുറെ ഒരു സീരിയസ് മെച്ചോർ പേഴ്സൺ ആണ്. ഓഫീസിലായിരിക്കും, നിങ്ങളെ സെയിം ജോലി ആയിരിക്കാം, ഒരു സെയിം ഓർഗനൈസേഷൻ കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ പേഴ്സൺ കുറെ മെച്ചോർഡ് ആണ്, സ്റ്റേബിൾ ആണ് ഫിനാൻഷ്യലി. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ലവ് ഇൻട്രസ്റ്റ്, ഒരു പുതിയ ബിഗിനിങ് ലവില്, ഓക്കെ, ഒരു പുതിയ റിലേഷൻഷിപ്പ്. കുറച്ചൊരു പേടിയുണ്ട് നിങ്ങൾ രണ്ടാൾക്കും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. എസ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ കുറെ പേടിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടായിരിക്കണു, ഒരു വലിയ ബിട്രിയലായി നിങ്ങൾ ഫീൽ ചെയ്തിരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി ഒരു സീരിയസ് ആയി റിലേഷൻഷിപ്പ് ആണ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. 4 of Swords ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ഈ മാസം ചാലഞ്ച് നിങ്ങൾക്ക് ഹീലിംഗിന്റെ ആണ്. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, പാസ്റ്റ് സിറ്റുവേഷന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ടില്ല ഇതുവരെ. പറഞ്ഞാൽ ഇപ്പോഴും ആ പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളെ എവിടെയോ നിങ്ങൾക്ക് വിഷമമുണ്ട് അതിനെക്കുറിച്ച്. Knight of Swords, Ace of Swords. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറെ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാണ്, ശരിയല്ലാത്തത്. പക്ഷെ അഗൈൻ ഞാൻ ഇവിടെ ഒരു വഴക്കാണ് കാണുന്നത്. നിങ്ങളുടെയും ഏതൊരു പേഴ്സന്റെ ഇടയ്ക്ക് മേ ബി നിങ്ങളുടെ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവും. ആൻഡ് അത് ഒരു ചാലഞ്ച് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറെ സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ ഞാൻ കാണുന്നത്, യൂണിവേഴ്സ് പറയണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായിരുന്നില്ല, ഓക്കെ, ഈ പാസ്റ്റ് പേഴ്സൺ. അപ്പം നിങ്ങൾ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ പാസ്റ്റിന്റെ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവുക. ആൻഡ് അതൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ക്രിയേറ്റ് ആവാൻ വഴിയുണ്ട്. 8 of Pentacles ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ തന്നെ എഫേർട്ട് ഇടാന്നാണ് പറയണേ. 9 of Pentacles. നിങ്ങളുടെ കരിയറിലും യൂണിവേഴ്സ് പറയുന്നത് ഫോക്കസ് ചെയ്യാൻ. എന്നുവെച്ചാൽ അവിടെ കുറെ ഒരു അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നുണ്ട്, ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും. ആൻഡ് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും, ഓക്കെ, ഉണ്ടാക്കാൻ ഒരു ചോയ്സ് ഉണ്ടാവും രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്. 3 of Pentacles ആണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു തേർഡ് പാർട്ടി ആവാം ചിലപ്പോൾ. എന്നുവെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഈ പാസ്റ്റ് പേഴ്സണെ തിരിച്ചെടുക്കണോ, പുതിയ പേഴ്സണിന്റെ ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ എടുക്കേണ്ട അതിനെ അനലൈസ് ചെയ്യാൻ. പാസ്റ്റിനെ കംപ്ലീറ്റ്ലി വിടാനും ലെറ്റ് ഗോ ചെയ്യാനും കുറച്ചൊരു ഇന്നർ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ മാസം. ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ആർക്കാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, ഏത് പേഴ്സന്റെ കൂടിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുക, അത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ചിലവർ മേ ബി പാസ്റ്റ് പേഴ്സന്റെ കൂടെ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ ഡിസിഷനാണ്, ഓക്കെ. ഇവിടെ ടാരോ നിങ്ങൾക്ക് ആ എനർജിയെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കേണ്ടത് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് 4 of Cups ആണ്. 4 of Cups ഒരു ബോർ ആയ പേഴ്സന്റെ എനർജിയാണ്, ഡിസ്ഇൻട്രസ്റ്റഡ് ആയ പേഴ്സന്റെ എനർജിയാണ്. 8 of Wands ഉണ്ട് ഇവിടെ. ആൻഡ് 7 of Cups ഉണ്ട്.
ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി കുറെ കൺഫ്യൂഷൻ ഉണ്ട് ഈ മാസം. പക്ഷെ നിങ്ങൾ ആ കൺഫ്യൂഷനൊക്കെ ആ കൺഫ്യൂഷന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലിയർ എനർജിയാണ്, ക്ലിയർ ആയി ഡിസിഷൻ എടുക്കണ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ മാസം ഡെഫിനറ്റ്ലി ചില ടെംപ്ടേഷൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവിയിൽ ആരാണ് ഈ പേഴ്സൺ ഉണ്ടാവുക, ഏത് പേഴ്സണെയാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ആ പേഴ്സന്റെ കൂടെയാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ടാവും, ഒരു പാസ്റ്റ് പേഴ്സൺ, ഒരു പുതിയ പേഴ്സൺ. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക്? ഒറക്കിൾ മെസ്സേജ്, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. അപ്പൊ ഇവിടെ യൂണിവേഴ്സും ക്ലിയർ ആയി പറയേണ്ടത് നിങ്ങൾക്ക് എന്തോ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് പാസ്റ്റ് പേഴ്സണിനെ ആണോ റിലീസ് ചെയ്യണ്ടേ, ഇല്ല പാസ്റ്റിന്റെ ഡിസപ്പോയിന്റ്മെന്റ്സിനെ ആണോ റിലീസ് ചെയ്യണ്ടേ, ആ തീരുമാനം നിങ്ങൾക്കാണ് എടുക്കണ്ടേ. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അല്ല സോറി ടോറസ് ഉണ്ട്, കുറെ വാട്ടർ സൈൻസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ എനർജി ആവാം. ജെമിനായി ഉണ്ട്, ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പൈസീസ് ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ആണെച്ചാ നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിങ്ങും ബുക്ക് ചെയ്യാം. എന്നുവെച്ചാൽ അതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഈ സിറ്റുവേഷനെ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ റീഡിങ്ങിൽ നമ്മൾക്ക് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ബട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ പിന്നെ കാണാം. ടേക്ക് കെയർ.